കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് FLW എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം, കോടതിയിൽ ഒരു കേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായും കോടതി നടപടിക്രമങ്ങളിൽ പങ്കെടുക്കണം. കേസുള്ള ദിവസങ്ങളിൽ കോടതിയിൽ പോകണം. കോടതി ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർവ്യൂ മെയിൻ്റനൻസോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഉത്തരവ് നമ്മൾ പാലിക്കണം. പൈസ നമ്മൾ അടയ്ക്കണം. അങ്ങനെ അടയ്ക്കാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് സംഭവിക്കും? നമുക്ക് കോടതി അതിനെതിരെയുള്ള ആ പൈസ റിക്കവർ ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങൾ സാധാരണ സംഭവിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടിട്ടുള്ള ഒരു ക്ലയൻറ്റ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ഡെയിലി സ്റ്റാറ്റസാണ്. അതായത് JMFC സെക്കൻഡ് കോർട്ടിൽ നിന്നും വന്നിട്ടുള്ള ഡെയിലി സ്റ്റാറ്റസ് ആണ്. അതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇങ്ങനെയാണ്: ഇഷ്യൂ FLW അഗെയിൻസ്റ്റ് റെസ്പോണ്ടൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് FLW എന്ന് പറയുന്ന സംഗതിയാണ്. FLW എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാറൻറ്റ് ഫോർ ഫൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫൈൻ ലെവി വാറൻറ്റ് എന്ന പേരിലും നമുക്കതിനെ മെൻഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എമൗണ്ട് കോടതി വിധിച്ചിട്ട് അത് തിരിച്ച് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുവാനായിട്ടുള്ള കോടതിയുടെ ഒരു പരിപാടി, അത് നമ്മുടെ CRPC 421 പ്രകാരം കോടതി എന്ത് ചെയ്യുന്നു? ഒരു വാറൻറ്റ് ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ആ വാറൻറ്റിനെ പറയുന്ന പേരാണത് FLW എന്ന പേരിൽ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പുതിയ നിയമപ്രകാരമാണെങ്കിൽ BNSS 461 എന്ന പേരിലുമാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പൈസ അടയ്ക്കാനായിട്ട് പറയുന്നു. പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു പിടിക്കുവാനായിട്ട് കോടതി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് അപ്പോൾ കോടതി പറഞ്ഞ പോയിന്റ് ഇപ്പോൾ ഇതാണ്: ഉടൻ തന്നെ ഒരു വാറൻറ്റ് നിങ്ങൾ ഏത് നിയമപരിധിയിലാണ് നിൽക്കുന്നത് അവിടുത്തെ കളക്ടർക്ക് അത് അയച്ചു കൊടുക്കുന്നു. കളക്ടർ എന്ത് ചെയ്യുന്നു? അതിനെ കോടതിയുടെ ഈ ഒരു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പേരിലോ ഉള്ള ഇമ്മൂവബിൾ ആയിട്ടുള്ള, അതായത് വീട്, കാറ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷെയർ മാർക്കറ്റിലുള്ള സംഖ്യകൾ, ബാങ്ക് ബാലൻസ്, അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുകയും അത് നോക്കിയതിന് ശേഷം അതിൻ്റെ മൊത്തം വില എത്രയാണ് എന്നുള്ളത് തിട്ടപ്പെടുത്തുകയും അത് തിട്ടപ്പെടുത്തിയതിൻ്റെ ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു? നേരിട്ട് വീണ്ടും കോടതിയിലേക്ക് അയക്കുകയും ആ ലെവി എമൗണ്ടും ഈ നിങ്ങളുടെ കയ്യിലുള്ള പൈസയും കൂടി താരതമ്യം ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളെ കോടതിക്ക് എന്ത് ചെയ്യാം? ഇല്ലെങ്കിൽ ജപ്തി ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്? ജയിലിൽ അടയ്ക്കുവാനായിട്ടുള്ള അധികാരവും കോടതിക്കുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജയിൽ ശിക്ഷയും ഈ പറയുന്ന പിഴയും രണ്ടും കൂടിയും ഒരുമിച്ച് മേടിക്കുവാനായിട്ടുള്ള അധികാരവും ആർക്കുണ്ട്? കോടതിക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ